ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിറ്റിയുടെ അഥവാ ക്രൈസ്തവ മാർഗത്തിൻ്റെ, ക്രൈസ്തവ മതമെന്ന് പറയുന്നത് തെറ്റാണ്, അത് ആധുനിക വാക്കാണ്. ക്രൈസ്തവ മതം, ക്രൈസ്തവ മാർഗമാണ് ആരംഭത്തിലുള്ളത്. മാർഗം മാറി മതമായി. യഹൂദന്മാരുടെ ഭാഷയിൽ, അന്നത്തെ യഹൂദന്മാരുടെ ഭാഷയിൽ റിലീജിയൻ എന്ന അർത്ഥം വരുന്നൊരു വാക്കില്ല. റിലീജിയൻ എന്ന അർത്ഥം വരുന്നൊരു വാക്കില്ല. മതം എന്നർത്ഥം വരുന്ന ഒരു വാക്കില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു മതം സ്ഥാപിച്ചില്ല. പിന്നെ എന്താണ് യേശു ചെയ്തത്? ജീവൻ കൊടുത്തു. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനും അത്രയേ ഞാൻ വന്നത്. മതമെന്ന വാക്ക് യഹൂദന്മാരുടെ ആ ഭാഷയിലില്ല, പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ മതമെന്നുള്ളത് ആധുനിക പദമാണ്. ക്രിസ്തീയ മാർഗമെന്നുള്ളതാണ് അതിൻ്റെ ആരംഭത്തിലെ ശരിയായ പേര്. ക്രിസ്തീയ മാർഗം, ദ വേ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എങ്ങനെ ജീവിച്ചുവോ അതാണ് ദ ക്രിസ്ത്യൻ വേ എന്ന് പറയുന്നത്. അതിൻ്റെ ആരംഭം കാലമെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെയുള്ള കാലമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭ കാലഘട്ടം എന്ന് പറയുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചു നിർത്തുന്നത് അപ്പോസ്തലനായ ശൗൽ വീട് തോറും കയറി പുരുഷന്മാരെയും സ്ത്രീകളെയും വലിച്ചിഴച്ച് അവരെ പീഡിപ്പിച്ചിരുന്നു. സ്തേഫാനോസിൻ്റെ മരണത്തെ തുടർന്നുള്ളതായ സംഭവമാണ് അവിടെ പറയുന്നത്. ആ കാലഘട്ടമാണ് ക്രൈസ്തവ മാർഗത്തിൻ്റെ ആരംഭ കാലഘട്ടം എന്ന് പറയുന്നത്. കർത്താവായ യേശു മരിച്ചതിന് ശേഷം ഏതാണ്ട് 4 കൊല്ലം കഴിഞ്ഞാണ് സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം എന്നാണ് പറയപ്പെടുന്നത്. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് 4 കൊല്ലം കഴിഞ്ഞാണ്. നിങ്ങൾക്കറിയാം, യഹൂദ ചരിത്രം ആരംഭിക്കുന്നത് മിസ്രൈമിലെ കണ്ണുനീരിലാണ്. യഹൂദന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത് മിസ്രൈമിലെ അടിമവേലയും അവിടെ കിടന്ന് ഊഴിയ വിചാരകന്മാരുടെ മർദ്ദനത്തിലുമാണ് യഹൂദ പാരമ്പര്യം ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 4000-ഓളം വർഷം കഴിഞ്ഞാണ് അവർ അന്നത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ച് കർത്താവായ യേശുവിനെ ക്രൂശിലേറ്റി കൊന്നു. കണ്ണുനീരോടെ ആരംഭിച്ചതായ ആ യഹൂദമതം ആർത്തുപാടി കർത്താവായ യേശുവിനെ ക്രൂശിച്ചു. അതേ തുടർന്ന് ഏതാണ്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ അനുവാദവും വേണ്ട, ഒത്താശയും വേണ്ട, ഒന്നും വേണ്ടാതെ സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അതിനവർ ഒരു രാജാവിൻ്റെയോ നാടുവാഴിയുടെയോ അനുവാദം പോലും ചോദിച്ചില്ല. എന്നാൽ തുടർന്ന് നാം വേദപുസ്തകം നോക്കിയാൽ കാണാം, യഹൂദ ചരിത്രം ഏതാണ്ട് അവിടെ അവസാനിക്കുകയാണ്. സ്തേഫാനോസിനെ കൊന്നതോടുകൂടെ യഹൂദന്മാരെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിൽ പറയുന്ന ഭാഗം അവസാനിക്കുകയാണ്. ദൈവമക്കളെ, എന്നാൽ സ്തേഫാനോസിനെ കൊല്ലുന്ന കാലമാകുമ്പോഴേക്കും
ആ 3 കൊല്ലത്തിനിടയ്ക്ക് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം സ്തേഫാനോസിൻ്റെ മരണത്തിനിടയ്ക്കുള്ള ആ 3 കൊല്ലം കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവരാജ്യം മനുഷ്യഹൃദയത്തിൽ സ്ഥാപിതമായി കഴിഞ്ഞു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, ക്ഷമയിൽ അധിഷ്ഠിതമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ ആ ക്രൈസ്തവ മാർഗം മനുഷ്യഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. കർത്താവായ യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ അതൊരു വലിയ സംഭവമായിരുന്നല്ലോ. അന്നത്തെ പാവപ്പെട്ട മനുഷ്യർക്കൊരു ഷോക്കായിരുന്നത്. ഇനി എന്ത് ചെയ്യും? ഭീഷണി, നിലനിൽക്കാൻ മാർഗമില്ല. സഹായം പ്രതീക്ഷിച്ചത് യേശുവിനെ മാത്രം. യേശുവാണെങ്കിൽ അവൻ ക്രൂശിൽ കൊല്ലപ്പെട്ടു. നീ എന്ത് ചെയ്യുമെന്നുള്ളതായ ഒരു വലിയൊരു ആശങ്കയുടെ കാലമായിരുന്നു. അവരാണെങ്കിലോ അക്കാലത്തെ അടിമകൾ, മുക്കുവന്മാർ, വലിയ പരിജ്ഞാനമില്ലാത്തവർ, പഠിപ്പില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ എന്നൊക്കെയാണ് അവരെ വിളിച്ചിരുന്നത് തന്നെ. അങ്ങനെയുള്ളതായ കുറേ പാവപ്പെട്ട മനുഷ്യർ മാത്രം അവശേഷിച്ചു. ബാക്കി ആരുമില്ല അവരുടെ കൂടെ. അധികാരികളില്ല, സഭയില്ല, ജ്ഞാനികളില്ല, പണക്കാരില്ല, ആരുമില്ല. നിസ്സാരന്മാരായ കുറേ അടിമകളും ആ സാധാരണക്കാരായ കുറേ നാട്ടുകാരും മാത്രം അവശേഷിച്ചു. പക്ഷേ അവിടെ ഒന്നും അവസാനിച്ചില്ല. എന്താണ് ഉണ്ടായത്? ഐഹികമല്ല എന്ന് യേശു പറഞ്ഞ ആ ഐഹികമല്ലാത്ത രാജ്യം ആ പാവപ്പെട്ടവരുടെ, ആ പട്ടിണിപ്പാവങ്ങളുടെ, വിദ്യാഭ്യാസമില്ലാതെ ഒന്നുമില്ല, പാണ്ഡിത്യമില്ലാത്തതായ ആ പട്ടിണിപ്പാവങ്ങളുടെ ഹൃദയത്തിൽ ദൈവരാജ്യം സ്ഥാപിതമായി. സ്നേഹം, സമാധാനം, ക്ഷമ, സഹനം, ഇതെല്ലാം മുഖമുദ്രയായിട്ടുള്ളതായ ആ ദൈവരാജ്യം അവരുടെ ഹൃദയത്തിൽ സ്ഥാപിതമായി. ആർക്കും തടുക്കാൻ സാധിച്ചില്ല. ആ മുക്കുവന്മാരെ, പട്ടിണി പാവങ്ങളെ, നിസ്സാരന്മാരെ ക്ഷമിക്കുന്ന സ്വഭാവം, സഹിക്കുന്ന സ്വഭാവം, സ്നേഹിക്കുന്ന സ്വഭാവം, സമാധാനം ഉണ്ടാക്കിയതേ ഉള്ളൂ. അങ്ങനെയുള്ളതായ ആ ദൈവരാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടതായ ആ പാവപ്പെട്ട മനുഷ്യരെ തകർക്കുവാൻ അന്നത്തെ സാമ്രാജ്യത്തിന് സാധിച്ചില്ല, അന്നത്തെ മതത്തിന് സാധിച്ചില്ല, ആരെക്കൊണ്ട് സാധിച്ചില്ല. അത് അതിവേഗത്തിൽ ആ സ്നേഹ സാമ്രാജ്യം വളരാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രൈസ്തവ മാർഗത്തിൻ്റെ ആദ്യകാലം എന്ന് പറയുന്നത്. നിസ്സാരന്മാർ, പഠിപ്പില്ലാത്തവർ, അറിവില്ലാത്തവർ, കഴിവില്ലാത്തവർ എന്നൊക്കെയാണ് അവരെ വിളിച്ചത്. എന്നൊക്കെയാണ് അന്നത്തെ സമൂഹം അവരെ വിളിച്ചത്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ വന്നതായ ആ ദൈവരാജ്യം, സ്നേഹം, സമാധാനം, സഹനം, സന്തോഷം, ആ സാമ്രാജ്യത്തെ പൊളിക്കാൻ ഒന്നിനും സാധിച്ചില്ല. അതിവേഗത്തിൽ ആ സാമ്രാജ്യം, സ്നേഹ സാമ്രാജ്യം വളരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവരിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി 6:3. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. My spirit will not be disguised in man. I will give him 120 days to mend his ways. പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ വസിച്ചുകൊണ്ടിരിക്കുകയില്ല. കാരണം അവൻ്റെ ഹൃദയം ദുഷ്ടതയുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കുകയില്ല. അതാണ് നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്. എന്നാൽ ആ ദൈവരാജ്യം സ്ഥാപിതമാകുന്ന ക്രൈസ്തവ മാർഗം ആരംഭിക്കുമ്പോൾ
പിന്നീട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനിൽ വസിക്കുകയില്ല എന്ന് പറഞ്ഞ അതേ ആത്മാവ് മൺകൂടാരങ്ങളിൽ ഒന്ന് വസിക്കാൻ തുടങ്ങി. ദ സെയിം ഹോളി സ്പിരിറ്റ്. മനുഷ്യനിൽ വാദിക്കുകയില്ല എന്ന് പറഞ്ഞ ആത്മാവ് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ കൽപ്പന പ്രകാരം പരിശുദ്ധാത്മാവ് വരികയും ആ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ ഒന്ന് വസിക്കുകയും ചെയ്തു. എങ്ങനെയുള്ള മനുഷ്യൻ? ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് എന്തിനാണുള്ളത്? മൺകൂടാരങ്ങളിലാണുള്ളത്. എന്ന് വെച്ചാൽ ദ പ്രൈസ്ലെസ് ട്രഷർ, വിലമതിക്കാനാവാത്ത നിക്ഷേപം അതെവിടെയാണുള്ളത്? ഇൻ ദ വർത്ത്ലെസ് വെസൽ. വിലമതിക്കാനാവാത്ത പരിശുദ്ധാത്മാവെന്ന നിക്ഷേപം വിലയില്ലാത്ത മനുഷ്യൻ്റെ അകത്ത് വന്ന് പാർക്കാൻ തുടങ്ങി, അകത്ത് വന്ന് വസിക്കാൻ തുടങ്ങി. ഈ വിലയില്ലാത്ത മനുഷ്യൻ പുനരുത്ഥാനത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചും വരാൻ പോകുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചും അവർ ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരിക്കൽ പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല എന്ന് പറഞ്ഞ മൺകൂടാരങ്ങളിൽ അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആ വിലയില്ലാത്ത മനുഷ്യർ വന്ന് പാർത്തിട്ട് ആ വിലയില്ലാത്ത മനുഷ്യരെ, വിലമതിക്കാനാവാത്ത ആത്മാവ് ആ വിലയില്ലാത്ത മനുഷ്യരെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കൊണ്ട് നിറച്ചു. അങ്ങനെയാണ് വാസ്തവത്തിൽ ആ പുതിയ നിയമ സഭയുണ്ടാകുന്നത്. ദൈവമക്കളെ, ആ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആ അനുഭവം ഇന്നും നിലനിൽക്കുന്നു. 21-ാം നൂറ്റാണ്ടിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നിസ്സാരന്മാരായ നാം വിശ്വാസികളായത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴുക്ക് മാറിയത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീരസവും നിരാശയും മാറിക്കിട്ടിയത്? നമ്മുടെ ജീവിതത്തിലേക്ക് ആ പുതിയ ചൈതന്യം ആര് തന്നു? ആരാണ് നമുക്ക് കണ്ണ് തുറന്നു തന്നത്? ആരാണ് നമുക്ക് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി തന്നത്? ആരാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നോക്കാൻ പഠിപ്പിച്ചത്? ആരാണ് വരുവാനുള്ള ലോകമുണ്ടെന്ന് നമ്മളെ ഹൃദയത്തിൽ ഉറപ്പ് തന്നത്? അത് ഈ പരിശുദ്ധാത്മാവാണ്. വിലയില്ലാത്ത മനുഷ്യരായി നമ്മളെ വിലയേറിയ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് വസിച്ചു. വിലയില്ലാത്ത മനുഷ്യർ ഈ മൺകൂടാരങ്ങളിൽ മഗ്ദലന മറിയാമിനെ പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള നികൃഷ്ട ജീവിതം നയിച്ചിരുന്ന നമ്മളെപ്പോലെയുള്ളവരെ, അതേ തൊഴിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള തൊഴിലോ, മദ്യപാനവും കുശുമ്പും കുന്നായ്മയും വൈരാഗ്യവും പ്രതികാരവും ശാഠ്യവും എല്ലാം ഉണ്ടായിരുന്ന നമ്മുടെ ഉള്ളിലേക്ക്, വിലയില്ലാത്ത നമ്മുടെ ഉള്ളിലേക്ക്, ആത്മീയമായി വിലയില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് വിലയേറിയ ആത്മാവാണ് കടന്നു വന്നത്. ആ പരിശുദ്ധാത്മാവാണ് സഹോദരങ്ങളെ നമ്മളെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് പരിശുദ്ധാത്മാവ് വസിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് നാം കാണുന്നു ആ വിലയില്ലാത്ത മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വസിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിടെ വസിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ സംഭവിച്ചു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ പറയും, റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, തനിക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ, തനിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ തൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നു. തൻ്റെ പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കാത്ത രീതിയിൽ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. താൻ പ്രാർത്ഥിച്ചിട്ടല്ല ഈ മാറ്റമെല്ലാം ഉണ്ടായത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ മാറ്റമല്ല, രൂപാന്തരമല്ല ഉണ്ടായത്. എല്ലാം താൻ പ്രാർത്ഥിച്ചിട്ടല്ല, പരിശുദ്ധാത്മാവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് അപ്പോസ്തലൻ എഴുതിയത്. ഒരു കാലത്ത് വസിക്കില്ല എന്ന് പറഞ്ഞ ആത്മാവ് പിന്നീട് ആ മനുഷ്യനിൽ വസിക്കാൻ തുടങ്ങി. അതേ ആത്മാവ് താൻ വസിക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പാപം, നീതി, ന്യായവിധി ബോധം വരാൻ തുടങ്ങി. പാപം എന്താണെന്നും പാപമുണ്ടെന്നും പാപം എന്താണെന്നും പാപത്തെക്കുറിച്ചുള്ളതായ ബോധം നമുക്ക് വരാൻ തുടങ്ങി. തിന്മയെക്കുറിച്ചുള്ള ബോധം വരാൻ തുടങ്ങി. നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ളതായ സുബോധം നമുക്ക് വരാൻ തുടങ്ങി. തെറ്റുകൾ തിരുത്തണമെന്നുള്ള ആഗ്രഹം വരാൻ തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ജീവിതാനുഭവമല്ലേ? ദൈവമക്കളെ, പാപം ക്ഷമിക്കും, പാപത്തിന് പരിഹാരമുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം പാപത്തിന് പരിഹാരം തരും. ഏത് പാപവും ക്ഷമിക്കുമെന്നുള്ളതായ ആ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. നീതിബോധം. പാപം, ആ ബോധം മാത്രമല്ല, അതോടൊപ്പം പാപം ക്ഷമിച്ചു കിട്ടുമെന്നുള്ളതായ ആ ധൈര്യം, ആ വീര്യം, ആ ഉറപ്പ് ഹൃദയത്തിലേക്ക് വന്നു. പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമല്ല, പാപം ക്ഷമിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പും വന്നു. അതോടൊപ്പം ഒന്നുകൂടെ വന്നു, ന്യായവിധി ഉണ്ട് എന്നും ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഒഴിവായി കിട്ടുമെന്നുള്ളതായ ആ 3 ബോധങ്ങളാണ് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നത്. പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നു. എനിക്ക് പാപമുണ്ട്, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, എൻ്റെ ചിന്തകളിൽ പാപമുണ്ട്, പാപം എന്നെ വശീകരിക്കുന്നുണ്ട്, അത് ക്ഷമിച്ചു കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതായ സുബോധം വന്നു. ഏറ്റുപറയണം, ഇനി അത് ആവർത്തിക്കരുത് എന്നുള്ളതായ വെളിവുണ്ടായി. പാപം ആവർത്തിക്കരുത്. അതോടൊപ്പം തന്നെ പാപം ക്ഷമിച്ചു കിട്ടും. പാപം നീതിബോധം. പാപം ക്ഷമിച്ചു കിട്ടുമെന്നുള്ളതായൊരു ബോധം. ന്യായവിധി ഉണ്ട് എന്നും, എന്നാൽ രക്ഷിക്കപ്പെട്ടാൽ, ക്രിസ്തുയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ശിക്ഷാവിധി, ന്യായവിധി ഒഴിവായി കിട്ടുമെന്നുള്ളതായ ആ സുബോധമാണ് നമുക്ക് ലഭിച്ചത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, എന്തൊരു അത്ഭുതമാണ് നടന്നത്. കാരണം പണ്ട് മദ്യം കണ്ടാൽ എടുത്ത് കുടിക്കുമായിരുന്നു നമ്മളിൽ പലരും. ഒന്ന് വിളിച്ചാൽ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോകാൻ തോന്നുന്നില്ല. ആരാണ് അതിൻ്റെ കാരണം? എന്താണ് കാരണം? നമ്മുടെ കഴിവാണോ? അല്ല, പരിശുദ്ധാത്മാവകത്ത് വസിക്കുന്നു. പണ്ടൊരു സിനിമാ പോസ്റ്റർ കണ്ടാൽ, ഒരു അശുദ്ധ പടം കണ്ടാൽ അത് കണ്ട് രസിക്കുമായിരുന്നു. ഇപ്പോൾ അതിലേക്ക് നോക്കാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് നോക്കാൻ മനസ്സ് വരാത്തത്? നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് സജീവമായി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇവൻ്റെ കണ്ണിന് അതൊന്നും ആകർഷണം തോന്നരുതേ, ഇവൻ്റെ കണ്ണിലേക്ക് അതിനൊന്നും ആകർഷണം തോന്നരുതേ എന്ന്. പരിശുദ്ധാത്മാവ് പണ്ട് കാലത്ത് ഞാൻ പറയും, അടുക്കള മുതൽ ആലയം വരെ അധികാരത്തർക്കമാണ്. അടുക്കളയിലും അതെ, അധികാരത്തർക്കം. അമ്മായിമ്മയ്ക്കും മരുമകൾക്കും അടുക്കളയിലും അധികാരത്തർക്കമാണ്, ആലയത്തിലും അധികാരത്തർക്കം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എവിടെ നിന്നാണ് അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള മനസ്സെങ്ങനെയാണ് വന്നത്? അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവ് അകത്ത് വന്നിട്ട് എന്താണ് സംഭവിച്ചത്? അധികാരത്തിൻ്റെ സുവിശേഷം നാം അറിഞ്ഞു. അധികാരത്തിൻ്റെ സുവിശേഷം. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ വന്നു, മാനസാന്തരത്തിന് സ്നാനം പ്രസംഗിച്ചു. കർത്താവായ യേശു വന്നു, അധികാരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ് അധികാരം? എന്നിൽ നിന്ന് പിശാചിനെ മാറ്റാനുള്ള അധികാരം. ആ അധികാരം യേശുവിനുണ്ട് എന്നുള്ള വിശ്വാസം, അതാണ് അധികാരത്തിൻ്റെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം പറയും, അധികാരത്തിൻ്റെ സുവിശേഷം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ അകത്ത് നിന്ന് പിശാചിനെ കയറ്റാതെ സൂക്ഷിക്കാൻ പറ്റും. യേശുക്രിസ്തുവിന് അവൻ്റെ അധികാരത്താൽ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ പറ്റും. അങ്ങനെ നിർമ്മലമായ സുവിശേഷം, അധികാരത്തിൻ്റെ സുവിശേഷം നമ്മുടെ എല്ലാ ഹൃദയത്തിൽ വന്ന് നമുക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്തത് കൃത്യനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, തുടർന്നുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അങ്ങനെ നിസ്സാരന്മാരായ മനുഷ്യരെ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവമക്കളെ വളർത്താൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവകത്തേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റി. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക്, തൂക്കപ്പെട്ട വിലാവ് തുറന്ന് ആ രക്തം വെള്ളമൊഴുകുന്ന മിശിഹായുടെ മുഖത്തേക്ക്, ക്രിസ്തുവിലേക്ക് നോക്കണം, ക്രിസ്തുവിനെ വിളിക്കണം, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം, ക്രിസ്തുവിനെ സ്തുതിക്കണം, ക്രിസ്തുവിനെ മുഖത്തപ്പെടുത്തണം. യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ ഉടയവൻ,
യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം എന്നെ മരിച്ചവർ നിരപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, ഹൃദയവും വായും ഒരുപോലെ ഇരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹൃദയവും വായും ഒരുപോലെയാണോ? നിങ്ങൾ വാഗൊണ്ട് പറയുന്ന പോലെയാണോ നിങ്ങളുടെ ഹൃദയം? നിങ്ങളുടെ ഹൃദയത്തിലുള്ളതുപോലെയാണോ നിങ്ങളുടെ വായ് സംസാരിക്കുന്നത്? ഹൃദയവും വായും ഒരുപോലെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ആർക്കാ സാക്ഷ്യമുള്ളത്? ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിലുള്ളത് തന്നെയാണ്, എൻ്റെ വാഗൊണ്ട് പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ ഹൃദയം എന്നുള്ളതായ സാക്ഷ്യം നിങ്ങൾക്കുണ്ടോ? ഹൃദയവും വായും രണ്ടല്ലേ? കുടുംബത്തിലും അങ്ങനെയല്ലേ? വാഗൊണ്ട് പറയുന്ന പോലെയാണോ ഹൃദയം ഇരിക്കുന്നത്? ഹൃദയത്തിലുള്ളതുപോലെയാണോ വാഗൊണ്ട് പറയുന്നത്? അവിടെയെല്ലാം വ്യാജവും കൗശലവും ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ എഴുതിയത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം എന്നെ മരിച്ചവരും ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയവും വായും ഒറ്റയ്ക്കൊരാളിൽ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് രക്ഷ അനുഭവിക്കാം. ക്രിസ്തുവാണ് എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ വായ കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ മാത്രമാണ് ഘോഷിക്കുന്നത്. ആ രക്ഷാബോധം, ആ രക്ഷാനിർണയം, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. അത്ഭുത പുരുഷൻ അവരുടെ ഹൃദയത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മാവ് വന്നു, സ്നേഹത്തിൻ്റെ രാജ്യം അവരുടെ ഹൃദയത്തിൽ ഉരുവായി. സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, ക്ഷമയുടെ സാമ്രാജ്യം, കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാമ്രാജ്യം, ക്ഷമ കൊണ്ട് പ്രാണനെ നേടി, ക്ഷമ കൊണ്ട് പ്രാണനെ നേടുന്ന അനുഭവം. സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയെല്ലാം നമുക്കറിയാമല്ലോ ദൈവമക്കളെ. അത്ഭുതമല്ലേ നടന്നത്? അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരത്തിലേക്ക് വന്നു. അക്കാലത്ത് അവർക്ക് പഠിപ്പിക്കാൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഒരുപാട് തിയോളജി വിഷയമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഒരുപാട് തിയോളജി ഒന്നും പഠിപ്പിക്കാനുണ്ടായിരുന്നില്ല. അവർക്കാകെ പഠിപ്പിക്കാനുണ്ടായിരുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഇന്നത്തെ സഭയുടെ പഠിപ്പിക്കൽ അത്രയൊക്കെ ഉള്ളൂ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നിങ്ങളും മരണം കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും. ഒരു മാനസാന്തര ചൈതന്യം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ മാത്രമേ ആ നൂറ്റാണ്ടിൽ, ആ കാലത്തെ സഭയെ പഠിപ്പിച്ചിരുന്നുള്ളൂ. ഒരുപാട് തിയോളജി ഒന്നും പഠിപ്പിച്ചില്ല, ഒന്നും പഠിപ്പിക്കേണ്ടതായ ആവശ്യം വന്നില്ല. സഹോദരങ്ങളെ, ഈ കാര്യം യേശു ഉയർത്തെഴുന്നേറ്റു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒരു മാനസാന്തര ചൈതന്യം മനുഷ്യന് വേണം, പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ പ്രാപിക്കണം. ഈ കാര്യം മാത്രമാണ് പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് അന്നത്തെ ജനത്തിന് മനസ്സിലായി, ദൈവമക്കളെ, ഇന്നും അത് തന്നെയാണ് ആവശ്യം. നമുക്കെല്ലാം ആവശ്യം എന്താ? സുവിശേഷം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗിക്കാം, ധാരാളം പ്രസംഗങ്ങളുണ്ട്. നമുക്കെല്ലാം ആവശ്യം എന്താണ്? ഇത് തന്നെയാണ് നമുക്കെല്ലാം ആവശ്യം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, നമുക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരണം കഴിഞ്ഞാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. 1-ാമത്തെ പുനരുത്ഥാനവും 2-ാമത്തെ പുനരുത്ഥാനവും എന്ന് വെച്ചാൽ, ക്രിസ്തുവിൽ മരിച്ചവർ, ശരണത്തിൽ മരിച്ചവർ, അവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടിയായിത്തീരും. ദൈവമക്കളെ, ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ച കാര്യം. യേശു ഉയർത്തെഴുന്നേറ്റു, നാമും മരണം കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 2-ാമത്, മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം സാധിക്കും, അത് അസാധ്യമായ കാര്യമല്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. മനുഷ്യനതിന് ദാഹമുള്ളവനാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ദാഹം, പരിശുദ്ധാത്മാവകത്ത് നിന്ന് വസിക്കാനുള്ളതായ ദാഹം, ഈ മൺകൂടാരങ്ങളിൽ പരിശുദ്ധാത്മാവ്, വിലയേറിയ ആത്മാവ് വസിക്കണമെന്നുള്ളതായ ദാഹം, ശുദ്ധമുള്ള റൂഹായുടെ കുടിയിരിപ്പ് ഭവനമായി എന്നെ ചമയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പിതാക്കന്മാരെ പോലെ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വസിക്കണം. ആ നിർബന്ധം, ആ ആത്മീയമായ തീഷ്ണത നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതെല്ലാമാണ് വേണ്ടത്. എന്താ വാസ്തവത്തിൽ മനുഷ്യർക്ക് എന്താ ആവശ്യം? ഇക്കാലത്ത് ക്രിസ്ത്യാനിക്ക് എന്താ ആവശ്യം?
ക്രിസ്ത്യാനിക്ക് എന്താ ആവശ്യം? പള്ളിയാണോ ആവശ്യം? ശവക്കോട്ടയാണോ ആവശ്യം? ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ആവശ്യം? പള്ളിയാണോ ആവശ്യം? ശവക്കോട്ടയാണോ ആവശ്യം? മുത്തുക്കുടയാണോ ആവശ്യം? പൊന്നുംകുരിശാണോ ആവശ്യം? എന്താണ് ആവശ്യം? ക്രിസ്ത്യാനിറ്റിക്ക് ഇന്ന് ആവശ്യം എന്താണ്? ക്രൈസ്തവരുടെ ഇന്ന് ആവശ്യം എന്താണെന്ന് അവന് തന്നെ നിർവചിക്കാൻ അറിഞ്ഞുകൂടാ, അവന് തന്നെ പറയാൻ അറിഞ്ഞുകൂടാ. ഇന്ന് വേണ്ട, നമ്മൾ കുടുംബജീവിതങ്ങളിലേക്ക് ആലോചിക്കുക. നമ്മുടെ എല്ലാം വീടുകളിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട്. നമുക്ക് എന്താ ആവശ്യം? മൃഷ്ടാന ഭോജനമാണോ ആവശ്യം? വിലയേറിയ ഭക്ഷണമാണോ ആവശ്യം? വലിയ കൊട്ടാരം പോലത്തെ വീടാണോ ആവശ്യം? കുറേ എസ്റ്റേറ്റാണോ ആവശ്യം? അതാണോ നമുക്ക് ആവശ്യം? അതൊന്നുമല്ല ആവശ്യം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടാകണം, ഐക്യമുണ്ടാകണം. ഹൃദയം കൊണ്ട് ഒന്നാവണം, ഹൃദയം കൊണ്ട് ഒന്നായി ജീവിക്കാൻ സാധിക്കണം. അതല്ലേ ആവശ്യം. അല്ലാതെ വലിയ മൃഷ്ടാന ഭോജനമോ കുറേ വലിയ കൊട്ടാരമോ കുറേ രൂപയല്ല നമുക്ക് ആവശ്യം. കുടുംബജീവി നയിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ആവശ്യങ്ങളെന്ന് പറഞ്ഞ് പലതും പറയും. പക്ഷേ ഞാൻ പറയും, പരമപ്രധാനമായ ആവശ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഒരു മനസ്സുണ്ടാവുക, ഐകമത്യത്തിലാകാൻ സാധിക്കുക, ഐക്യത്തിലാകാൻ സാധിക്കുക. അങ്ങനെ സാധിക്കുമെങ്കിൽ ഇന്നത്തെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവിടെ പരിഹാരം വരും. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ, നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ അനേക വിഷയങ്ങൾക്കുള്ള പരിഹാരം ആ ഒരൊറ്റ കാരണം കൊണ്ട് നടക്കും. ഒരു മനസ്സുണ്ടാകണം. അതാണ് മനുഷ്യൻ അവഗണിച്ച് കളയുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ, എന്തുമാത്രം പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്, ഓരോരുത്തർ എഴുതി അയക്കുന്നത്, വിളിച്ചു പറയുന്നത്. പക്ഷേ ഒറ്റയാൾ പോലും എനിക്കും ഭർത്താവിനും കൂടെ ഒരു മനസ്സുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയണ പോലുമില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഒരു മനസ്സുണ്ടാകണമെന്ന് ഒറ്റ മനുഷ്യൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെല്ലാവരും ഒരു മനസ്സായിരിക്കും അല്ലേ? നന്നായി ഐക്യത്തിലായിരിക്കുമല്ലേ? എല്ലാ വീട്ടിലും പൂർണ്ണ ഐക്യത്തിലായിരിക്കുമല്ലേ? ബാക്കി ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പക്ഷേ കാതലായ പ്രാർത്ഥനാ വിഷയം മറന്നു പോകുന്നു. അത് തന്നെയാണ് ക്രൈസ്തവ മാർഗത്തിനും. ദൈവമക്കളെ, ദ റിലീജിയൻ വിത്തൗട്ട് സ്പിരിച്വാലിറ്റി, അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനി മതം. വിത്തൗട്ട് സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യൻ വിത്തൗട്ട് ബൈബിൾ, വേദപുസ്തകമില്ലാത്ത ക്രിസ്ത്യാനി, അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനി. വേദപുസ്തകം വിശ്വസിക്കാത്ത ക്രിസ്ത്യാനി, വേദപുസ്തകം മാനിക്കാത്ത ക്രൈസ്തവൻ, ആത്മീയമില്ലാത്ത ക്രിസ്ത്യാനി. സഹോദരങ്ങളെ, നമുക്കെല്ലാം നാം ഇതിൻ്റെ എല്ലാം നടുവിൽ, നാം ഏതെങ്കിലും തിരുത്തൽവാദമല്ല, നാം ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് സഭ മാറണ്ട, മതം മാറണ്ട, പുതിയ സഭയുണ്ടാക്കണ്ട, പള്ളിയും ഇതൊന്നും മാറണ്ട. എന്നാൽ യഥാർത്ഥമായിട്ട് ക്രിസ്തുവും നിങ്ങളും ഒന്നാകണം, യേശുവും ദൈവവും നിങ്ങൾ ഒന്നാകണം, നിരപ്പാകണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വരണം. ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതം നിങ്ങൾ നയിക്കണം. ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരണം. ഭഗവാനായ പൗലോസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചെന്താ? കർത്താവേ, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശുവിനോട്, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മുന്നോട്ട് പോകാൻ, എൻ്റെ കുടുംബത്തിൽ ഐക്യം വരുത്താൻ, എൻ്റെ ഭാവി നന്നാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ ആലോചന എനിക്ക് തരണം, നിൻ്റെ വഴി എനിക്ക് മനസ്സിലാക്കി തരണം. ഇന്നത്തെ അവസ്ഥയൊന്ന് മാറാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. ദൈവമക്കളെ, ഇതല്ലേ വാസ്തവത്തിൽ ആവശ്യം? ആ പ്രാർത്ഥന നമ്മുടെ ചുണ്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്തു നമ്മളെ വഴി നടത്തും. കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ദൈവമക്കളെ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ കർത്താവിനോട്, കർത്താവേ, ഇന്നത്തെ എൻ്റെ ഈ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ പ്രാർത്ഥന വിഷയമായിട്ടൊന്ന് മുട്ടിന്മേലിരിക്കൂ. ആ പ്രാർത്ഥനാ വിഷയമായിട്ട് നിങ്ങൾ തനിയെ ഒന്ന് മുട്ടിന്മേലിരിക്കൂ. എന്നിട്ട് കർത്താവിനോട് ചോദിക്കൂ, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഞാൻ ഏത് കാര്യമാണ് ക്രമീകരിക്കേണ്ടത്?
എന്നെ ഒന്ന് ഉടച്ചു വാർക്കണം, എന്നെ ഒന്ന് പൊളിച്ചു പണിയണം. നീ ആഗ്രഹിക്കുന്ന പോലെ എന്നെ ഒന്ന് പൊളിച്ചു പണിയണം, എന്നെ ഒന്ന് ഉടച്ചു വാർക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. യേശുക്രിസ്തു തന്നെ നിങ്ങൾക്ക് അവൻ്റെ കയ്യിലെ ഒരു മാനപാത്രമായി നിങ്ങളെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. നാം ചില വാക്കുകൾ കേട്ട് ഭയപ്പെട്ട് മാറേണ്ടവരല്ല. ചെവി രണ്ടും മുഴങ്ങുന്ന അനർത്ഥം വരുമെന്നുള്ള വാക്ക് കേട്ട് നാം ഭയപ്പെടാറുണ്ട്. നാഷ്ടം കോരിക്കളയുന്ന പോലെ കുടുംബത്തെ കോരിക്കളയുമെന്ന് കേട്ട് നാം ഭയപ്പെടാറുണ്ട്. അതെല്ലാം വേദപുസ്തകത്തിലെ വാക്യമാണ്. പക്ഷേ അതേ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, കൊശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ പാത്രത്തെ അവൻ തനിക്ക് പറ്റിയ മറ്റൊരു പാത്രമാക്കി മെനഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ ദൈവം മെനഞ്ഞെടുക്കുന്നവനാണ്. ഒന്നാമത് പിന്മാറിപ്പോയതാരാ? ഒന്നാമത് യേശുവിനെ വിട്ട് പിന്മാറിപ്പോയതാരാ? പത്രോസ് അപ്പോസ്തലൻ. ഒന്നാമത് തള്ളിപ്പറഞ്ഞ ആരാ? പത്രോസ് അപ്പോസ്തലൻ. ഒന്നാമത് കരഞ്ഞതാരാ? പത്രോസ് അപ്പോസ്തലൻ. ഒന്നാമത് സുവിശേഷം പറഞ്ഞതാരാ? പത്രോസ് അപ്പോസ്തലൻ. ദൈവമക്കളെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് യേശുക്രിസ്തു പത്രോസിനോട് ചോദിച്ചു. പത്രോസ് തിരിച്ചു ചോദിച്ചില്ല, കർത്താവേ, ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പത്രോസ് തിരിച്ചു ചോദിച്ചോ? ചോദിച്ചില്ല. കാരണം പത്രോസിനറിയാം, യേശു സ്നേഹം മാത്രമാണ്. യേശു സ്നേഹം മാത്രമാണ്. ദൈവമക്കളെ, ഒന്നാമത് തള്ളിപ്പറഞ്ഞവൻ, ഒന്നാമത് പിന്നെ ദൂരവേ അനുഗമിച്ചവൻ, ഒന്നാമത് കരഞ്ഞതും അവൻ തന്നെ. ഒന്നാമത് അവനെ തന്നെയാണ് കർത്താവ് സുവിശേഷം പറയാൻ എഴുന്നേൽപ്പിച്ചത്. എങ്കിൽ ദൈവവേദലേ നിന്നെയും അവൻ എഴുന്നേൽപ്പിക്കും. നിൻ്റെ തലയും അവൻ ഉയർത്തും, നിൻ്റെ കുടുംബത്തെ അവൻ ഉയർത്തും, നിൻ്റെ ഭാവിയെ അവൻ ഉയർത്തും. തള്ളിപ്പറഞ്ഞു പോയല്ലോ, പിന്മാറിപ്പോയല്ലോ, കൂട്ടുകാരെയും കൂടെ പറ്റിക്കളഞ്ഞല്ലോ, ധാരാളം ദോഷങ്ങളുണ്ട്. ദൈവമക്കളെ, ക്രൈസ്തവ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ധാരാളം നേരിടേണ്ടി വരും. കണ്ണ് ചൂന്നെടുത്ത് തരാമെന്ന് പറഞ്ഞവർ പിന്നീട് അഭിപ്രായം മാറി. ദൈവമക്കളെ, നമുക്കുടെ നേരിൽ ആരോപണങ്ങൾ വരും. ഇതെല്ലാം ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. ഒന്നാമത് തള്ളിപ്പറഞ്ഞവനെയും ഒന്നാമത് സുവിശേഷകനാക്കി, ഒന്നാമത് പിന്നമേ അനുഗമിച്ചവനെ ഒന്നാമത് കരയുന്നവനാക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതെല്ലാം സ്നേഹിക്കാനായിരുന്നു, ഇതെല്ലാം വളർത്താനായിരുന്നു, ഇതെല്ലാം ഉയർത്താനായിരുന്നു, ഇതെല്ലാം അവൻ്റെ നില മാറ്റാനായിരുന്നു, അവൻ്റെ ആത്മാവിന് വീര്യം പകരാനായിരുന്നു. ദൈവവേദലേ, അവൻ നിന്നോട് ഇടപെട്ടത് കുശവൻ്റെ കയ്യിലെ കണ്ണിവെണ്ണു പോലെ നിന്നെ മെനയാനായിരുന്നു. നീ വചനം വായിച്ച് ഭയപ്പെടുകയല്ല, നിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് മാറുകയല്ല, പാപം കണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. യേശുവിൻ്റെ ആത്മാവേ, പാപബോധം വന്ന് പുറകോട്ട് മാറുകയല്ല, മുന്നോട്ട് വരികയാണ് ചെയ്തത്. അനർത്ഥം കണ്ട് പുറകോട്ട് മാറുകയല്ല. അനർത്ഥം കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് എടുത്തു. കർത്താവേ, പരാജയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് എടുത്തു. പത്രോസിൻ്റെ പരാജയത്തിൻ്റെ പടിവഴി കഴിഞ്ഞപ്പോൾ അവൻ ഒന്നുകൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് എടുത്തു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒന്നുകൂടെ അടുത്തേക്ക് വരികയാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം അതാണ്. കർത്താവേ, പിന്മാറാനല്ല, പുറകോട്ട് മാറാനല്ല, കുറ്റം പറയാനല്ല. ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും. ഹല്ലേലൂയ. യേശുവിന് സക്കായിയുടെ പേരറിയാമായിരുന്നു, സക്കായിക്ക് യേശുവിൻ്റെ മുഖച്ഛായ അറിയാമായിരുന്നു, മുഖം കണ്ടറിയാമായിരുന്നു. എന്നാൽ സക്കായിയും യേശുവും കൂടെ ഒരുമിച്ച് ഒരു ദിവസം കഴിഞ്ഞുകൂടിയപ്പോൾ എന്തുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ? സക്കായിയുടെ പേര് യേശുവിനറിയാം, യേശുവിൻ്റെ മുഖം കണ്ടാൽ സക്കായിക്കറിയാം. എന്നാൽ യേശുവും സക്കായിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം രാത്രി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം അറിഞ്ഞു. സക്കായിക്ക് എങ്ങനെ പണമുണ്ടായിന്ന് യേശു അറിഞ്ഞു. സക്കായിയുടെ കുടുംബജീവിതം യേശുവിനെ യേശു കണ്ടു. സക്കായിയുടെ സമർപ്പണം യേശു കേട്ടു. ഹല്ലേലൂയ. പണത്തിൻ്റെ പുറകെ താൻ എങ്ങനെ ഓടി യേശു അതറിഞ്ഞു. ഇന്ന് പണത്തെ താൻ എങ്ങനെ കാണുന്നു യേശു അറിഞ്ഞു. അവൻ്റെ കുടുംബം യേശു അറിഞ്ഞു. അതാണ് ദൈവത്തെ അറിഞ്ഞ വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. ഹല്ലേലൂയ. ദൈവവേദലേ, നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അല്ല, ദൈവം നിങ്ങളെ അറിയുകയാണ്. ദൈവം നിന്നെ അറിഞ്ഞു എന്നുള്ളതായ ആ സത്യം നിന്നെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ജീവനുള്ള ക്രിസ്തുവിനെ അറിയുന്നത് വരെ ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചില സഭകളുടെയോ സംഘടനയുടെയോ പുറകെ മാത്രം. എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു,
ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ്, ഞാൻ എൻ്റെ ആത്മീയമായ കടമ നിർവഹിച്ചു. അതെല്ലാം ഒരു കാലമല്ലേ പ്രിയപ്പെട്ടവരെ? നാം അങ്ങനെയെല്ലാം നടന്നവരല്ലേ? നാം അതിലെല്ലാം സന്തോഷിച്ച് നടന്നവരല്ലേ? ഞായറാഴ്ച പള്ളിയിൽ പോയതാ, ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയതാ, ഞാൻ മീറ്റിങ്ങിന് പോയതാ, അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു എന്ന് പറഞ്ഞ് നടന്ന ഒരു ആത്മീയ കാലം നമുക്കില്ലേ? ദൈവവേദനയെ അതെല്ലാം നിൻ്റെ അജ്ഞാന കാലമാണ്. ഇപ്പോൾ യേശു നിന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ആത്മാവ് നിൻ്റെ അകത്ത് വന്ന് വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ പൊരുന്നി വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തെ കഴുകാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോക്ക് കൊണ്ടോ ഒരു കൂട്ടായ്മ സംബന്ധം കൊണ്ടോ തീരുന്നതല്ല യേശുവും നീയുമായുള്ള ബന്ധം. അവന് നീയുമായുള്ള ബന്ധം നിന്റെ സമർപ്പണത്തിലേക്കാണ് നടക്കേണ്ടത്. നിനക്കെങ്ങനെ പണമുണ്ടായി? ഈ പണം ആരുടേത്? ഇത് നിന്റെ സ്വന്തമാണോ? ഇതിൽ അന്യായമുണ്ടോ? നിന്റെ ജീവിതത്തിൽ അനീതിയുണ്ടോ? നിന്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ഐക്യമുണ്ടോ? നീയും നിന്റെ ഭാര്യയും തമ്മിൽ ഐക്യത്തിലാണോ? നീയും നിന്റെ ഭർത്താവും തമ്മിൽ സ്നേഹത്തിലാണോ? നീ നിന്റെ മക്കളെ വളർത്തുന്നത് ജീവനുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബമായ ആരാധനയുണ്ടോ? തമ്മിൽ സ്നേഹമുണ്ടോ? ഐക്യമുണ്ടോ? വിനയമുണ്ടോ? വിശ്വാസമുണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തോട് വാദിക്കുന്ന ഈ രാത്രി ദൈവവേദനയെ നീ കർത്താവിനോട് പറ, യേശുവേ എനിക്ക് നിന്റെ അടുക്കലേക്ക് വരണം. പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. ദൈവത്തിൻ്റെ ആത്മാവേ ആത്മ ചൈതന്യം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലുള്ളതായ ഒരു ജീവിതം ദൈവമക്കളെ നിങ്ങൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നല്ല സമയമാണ്. ആത്മാവ് വാദിക്കുന്ന സമയമാണ്. ഒരിക്കലും വാദിക്കുകയില്ല എന്ന് പറഞ്ഞ ആത്മാവ്, അകത്ത് വന്ന് വസിക്കുന്ന ആത്മാവ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാവ് നിനക്ക് വേണമോ സഹോദര സഹോദരി? എങ്കിൽ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കുറവുകൾ മനസ്സിലാക്കി തരണമേ. എനിക്ക് സുബോധം തരണമേ. എനിക്ക് സ്വഭാവബോധം തരണമേ. എൻ്റെ മേൽ ആത്മാവേ നീ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നാൽ ഇനി ആത്മാവിനെ ദുഃഖിപ്പിക്കുകയില്ല, ആത്മാവിനെ കെടുത്തിക്കളയുകയില്ല. പരിശുദ്ധാത്മാവേ ഒന്നുകൂടെ എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ ദീപത്തെ കത്തിക്കണമേ, എൻ്റെ വിളക്ക് കത്തിക്കണമേ, എനിക്ക് ആത്മാവിൻ്റെ ജീവൻ പകരണമേ എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നാം ഒരുമിച്ച് ആത്മാവിനെ വിളിക്കാൻ പോകുകയാണ്. സ്തുതികളിൽ ഇറങ്ങി വരുന്ന ആത്മാവിനെ ഞാൻ വിളിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് തീയായി ഇറങ്ങി വരുന്ന ആത്മാവാണ്. അത് സ്തുതികളിൽ മേൽ ഇറങ്ങി വരുന്ന ആത്മാവാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ഹല്ലേലൂയ. സ്തുതിക്കാൻ അറിയുന്ന ജനത്തിന് ഭാഗ്യമാണ്. അവർക്ക് ആനന്ദമാണ്, അവർക്ക് സന്തോഷമാണ്. സ്തുതിക്കാൻ പഠിക്കുക. സ്തുതിയിൽ ഇറങ്ങി വരുന്ന ആത്മാവിനെ നിങ്ങൾ അറിയുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിഘോഷം അറിയുക. സ്തുതിയുടെ ബലം അറിയുക. സ്തുതിയുടെ ബലം മനസ്സിലാക്കുക. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുക. ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ മാറട്ടെ. ശാപങ്ങൾ മാറട്ടെ. കുഞ്ഞുങ്ങൾ പറക്കട്ടെ. പരാജയം വിജയമായി മാറട്ടെ. ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കട്ടെ. സക്കായിയെ അറിഞ്ഞവനായ ദൈവം നിന്നെ അറിയട്ടെ. നിന്റെ സമർപ്പണം അറിയട്ടെ. നിന്റെ തീ അറിയട്ടെ. നിന്റെ അകത്ത് തീ വന്നത് അവൻ അറിയട്ടെ. ഇന്നു മുതൽ നീ പുതിയ സൃഷ്ടിയായി മാറുക. പുതിയ ബലത്തോടെ നടക്കുക. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.